പ്രൈസ് ലോർഡ്. വോയിസ് ഓഫ് ഗോഡിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ പല എപ്പിസോഡുകളിലായി ദൈവത്തിന്റെ വചനം സംസാരിക്കുകയും ക്രിസ്തുവിനെ പറ്റിയും ക്രിസ്തുവിലൂടെ അനേകര് പാപമോചനത്തിൽ നിന്നും വിടുവിക്കപ്പെട്ടുകൊണ്ട് യേശുവിലേക്ക് കടന്നു വന്ന് അവർ രൂപാന്തരപ്പെട്ടുകൊണ്ട് നിത്യരക്ഷകനായ യേശുവിൽ അവർ ശരണം പ്രാപിക്കുകയും അങ്ങനെ അവർ അനുഗ്രഹീതരായി ദൈവത്തിന്റെ മഹത്വത്തിനും ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെയും ദൈവമക്കള് എന്നുള്ള ഉറച്ച വിശ്വാസത്തോടും അറിവോടും കൂടി ഈ ഭൂമിയിൽ ജീവിപ്പാനും അങ്ങനെ ക്രിസ്തു യേശുവിലൂടെ ആണ് ആ രക്ഷ മനുഷ്യർക്ക് ലഭിക്കേണ്ടെന്നുള്ള അറിവ് ഹല്ലേലൂയ എനിക്കും ലഭിച്ചു. അതുകൂടാതെ കൊണ്ട് ദൈവ വചനത്തില് ആദ്യ പുസ്തകം മുതൽ അവസാനം വരെയും പല ജീവിതത്തിന്റെ തുറകളിൽ നിന്നുള്ള ജനങ്ങളെ സ്പർശിച്ച് തൊട്ടുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇന്നും അന്നും അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് നമ്മുടെ മധ്യത്തിലായിരിക്കുന്ന പ്രിയ കർത്താവിന്റെ ദാസൻ രാജേഷ് മാത്യുവിനെ തന്റെ ജീവിതത്തില് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ലഭിച്ചതായ നിത്യരക്ഷയിൽ ദൈവവചനത്തിൽ നിന്നും അനേക അത്ഭുതങ്ങൾ തന്റെ ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തു പ്രവർത്തിക്കുകയും അങ്ങനെ അനുഗ്രഹീതമായ ഒരു കുടുംബ ജീവിതവും കർത്താവിന്റെ വേലയിലെ മധ്യത്തില് നിന്റെ ദാസൻ ആയിരിക്കുന്നു. പ്രിയ കർത്താവിന്റെ ദാസനിൽ നിന്നും നമുക്ക് ഇപ്പോൾ കേൾക്കാം. ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വോയിസ് ഓഫ് ഗോഡ് എന്ന ഈ TV പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ചതായ പാസ്റ്റർ വർഗീസ് പുതുവ അവർക്ക്, അതുപോലെ തന്നെ ഈ പ്രോഗ്രാം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ബഹുമാന്യ മിത്രങ്ങൾക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. എൻ്റെ പേര് രാജേഷ് മാത്യു എന്നാണ്. ഒരു യാക്കോബായ പശ്ചാത്തലത്തിൽ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടതായ എനിക്ക് ബാല്യകാലത്തിൽ തന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ മാതാപിതാക്കളോടുള്ള ബന്ധത്തിൽ കർത്താവിന്റെ സ്നേഹത്തെ അറിയുവാനും നിരാശജനകമായ പ്രശ്നസങ്കീർണമാകുന്ന ജീവിതത്തിൽ നിന്ന് ക്രിസ്തുയേശുവിലൂടെ ദൈവം മനുഷ്യർക്ക് വേണ്ടി നൽകിയിരിക്കുന്ന ആ അനുഗ്രഹീതമാകുന്ന സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും കടന്നു വരുവാനുള്ള ഭാഗ്യം കർത്താവ് നൽകുവാനിടയായി. ഞങ്ങളുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം നാമധേയമായ ക്രൈസ്തവ ആരാധനാ രീതികളിൽ സായുജ്യം കണ്ടെത്തുവാൻ വൃഥാ പരിശ്രമിക്കുകയും അപ്പോൾ തന്നെ സന്തോഷവും സമാധാനവും ഇല്ലാതെ ജീവിതത്തിൽ നിരാശ നിറഞ്ഞതായ അനുഭവങ്ങളിലൂടെ ഞങ്ങൾ കടന്നുപോയപ്പോൾ കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാൻ കടന്നു വന്നതായ യേശു ക്രിസ്തുവിന്റെ ഇമ്പമൊഴിക്ക് വേണ്ടി ഞങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുകയും ആ കർത്താവിനെ ക്രിസ്തുവിനെ ഞങ്ങളുടെ രക്ഷിതാവായി സ്വീകരിച്ചതിലൂടെ ആ സമാധാന പ്രഭു നൽകുന്ന സന്തോഷവും സമാധാനവും അനുഭവിച്ചുകൊണ്ട് ഇന്ന് ശാന്തിയില്ലാതെ സന്തോഷം അനുഭവിക്കുവാൻ കഴിയാതെ നിരാശയിൽ കഴിയുന്നതായ അനേകരോട് സ്നേഹം നൽകുന്നതായ സമാധാനം നൽകുന്നതായ കർത്താവാകുന്ന യേശുവിനെ കുറിച്ച് പറയുവാൻ കർത്താവ് അവസരങ്ങളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. മറ്റു സൃഷ്ടിജാലങ്ങളിൽ നിന്ന് സൃഷ്ടിതാവായ ദൈവവുമായി മനുഷ്യന് വ്യത്യസ്തമായ ഒരു ബന്ധമാണുള്ളത്. മറ്റുള്ളവയൊക്കെയും ദൈവത്തിന്റെ സൃഷ്ടികളായിരിക്കുമ്പോൾ തന്നെ കേവലം ആ സൃഷ്ടികർത്തൃത്വത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ബന്ധമല്ല ദൈവവും മനുഷ്യനുമായുള്ളത്.
മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ പിറകിലുള്ളതായ ദൈവത്തിന്റെ ഉദ്ദേശം മനുഷ്യൻ ദൈവവുമായുള്ള കൂട്ടായ്മ ബന്ധത്തിൽ കഴിയണമെന്നതായിരുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, എല്ലാ ദിനങ്ങളിലും തന്റെ സൃഷ്ടിയായ മനുഷ്യനുമായി സമയം ചിലവിടേണ്ടതിനു വേണ്ടി യഹോവയാകുന്ന ദൈവം സ്വർഗോന്നതികളിൽ നിന്ന് ഏദൻ പരദീസിലേക്ക് ഇറങ്ങി വരുമായിരുന്നു. എന്നാൽ പിശാചിന്റെ ആലോചനയ്ക്ക് വശംവദനായ മനുഷ്യൻ ദൈവത്തെക്കാൾ അധികമായി പിശാചിന്റെ വാക്കുകളെ വിശ്വസിച്ചതുകൊണ്ട് തദ്വാര ദൈവകൽപ്പന ലംഘിക്കുകയും ദൈവത്തിന്റെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ഉപരിയായി ദൈവവുമായുള്ള കൂട്ടായ്മ ബന്ധം മനുഷ്യന് നഷ്ടപ്പെടുകയും ചെയ്തു. എന്നാൽ സൃഷ്ടിതാവായ ദൈവം നീതിമാനായതുകൊണ്ട് മനുഷ്യനെ ഒരിക്കലും ശിക്ഷിക്കാതെ വിടുക ദൈവത്തിന് അസാധ്യമാണ്. എന്നാൽ ദൈവം നീതിമാനായിരിക്കുമ്പോൾ തന്നെ അവൻ സ്നേഹവാനായ ദൈവം കൂടെയാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ നീതി നടത്തപ്പെടുകയും അപ്പോൾ തന്നെ ദൈവത്തിന്റെ സ്നേഹം മനുഷ്യനോടുള്ള ബന്ധത്തിൽ നിറവേറ്റപ്പെടുകയും ചെയ്യേണ്ടത് ദൈവത്തിന് ആവശ്യമായിരുന്നു. നമുക്കറിയാം, നാം മുമ്പ് വായിച്ചതായ ഉദ്ധരിച്ചതായ വേദഭാഗത്തിൽ നാം ഇങ്ങനെ കാണുന്നു, ദൈവത്തിന്റെ മഹാസ്നേഹത്തിന്റെ പ്രദർശനമാണ് ആ വാക്യങ്ങളിലൂടെ നമുക്ക് കാണുവാനായി കഴിയുന്നത്. മനുഷ്യനെ നഷ്ടപ്പെട്ടു പോയതായ കൂട്ടായ്മ ബന്ധത്തിലേക്ക് മടക്കി വരുത്തേണ്ടതിന് വേണ്ടി യഹോവയാകുന്ന ദൈവം തന്റെ ഏകജാതനായ പുത്രനായ യേശു ക്രിസ്തുവിനെ മനുഷ്യന് വേണ്ടി യാഗമായി നൽകത്തക്കവണ്ണം ദൈവം മനുഷ്യനെ സ്നേഹിക്കുവാനിടയായി. എന്താണ് മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നതായ അനുഭവം? ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നത്, യഹോവയാകുന്ന ദൈവം പരിശുദ്ധനായ ദൈവമാണ്. അശുദ്ധിയുള്ളതായ മലിനതയുള്ളതായ ഒരനുഭവമായി ദൈവത്തിന് ഒരിക്കലും ചേർന്നു പോകുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് മനുഷ്യനെ പാപത്തിന്റെ ആ കറവിരണ്ട അനുഭവത്തിൽ നിന്ന് മാറ്റേണ്ടതിന് വേണ്ടി, പാപത്തിന്റെ ശിക്ഷയായ മരണത്തിൽ നിന്ന് അവനെ രക്ഷിക്കേണ്ടതിന് വേണ്ടി, ആ ശിക്ഷ വഹിപ്പാൻ, ശിക്ഷ ഏറ്റെടുപ്പാൻ മറ്റാരുമില്ലാതിരിക്കെ, മനുഷ്യനെ കൊണ്ടത് അസാധ്യമായിരിക്കെ, കരുണാവാനായ ദൈവം, സ്നേഹവാനായ ദൈവം മനുഷ്യർക്ക് വേണ്ടി പകരം മരിക്കേണ്ടതിന് വേണ്ടി, മനുഷ്യന്റെ പാപത്തിന്റെ ശിക്ഷകൾ സ്വന്തം ശരീരത്തിൽ ഏറ്റെടുക്കേണ്ടതിന് വേണ്ടി കർത്താവാകുന്ന യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയക്കുവാനിടയായി. അപ്പോൾ മനുഷ്യന് നഷ്ടപ്പെട്ടതായ ബന്ധം തിരികെ ലഭിക്കുന്നത് കർത്താവാകുന്ന യേശു ക്രിസ്തുവിലൂടെ മാത്രമാണ്. ദൈവത്തിന്റെ വചനം ഇങ്ങനെ അസന്നിഗ്ധമായി പറയുന്നു, ദൈവത്തിനും മനുഷ്യർക്കും നടുവിൽ മധ്യസ്ഥൻ ഒരുവൻ മാത്രം, മനുഷ്യനായി മറുവിലയായി തന്നെത്താൻ കൊടുത്ത യേശു ക്രിസ്തു മാത്രം. അപ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയതായ മനുഷ്യനെ പിതാവായ ദൈവവുമായുള്ള കൂട്ടായ്മ ബന്ധത്തിലേക്ക് തിരികെ കൊണ്ടുവരേണ്ടതിന് വേണ്ടി തടസ്സമായി നിന്ന പാപത്തെ കർത്താവാകുന്ന യേശു ക്രിസ്തു സ്വന്തം ശരീരത്തിൽ വഹിക്കുവാനിടയായി. ദൈവവചനം ഇങ്ങനെ പറയുന്നു, ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിക്കുകയും ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ചെയ്യുവാനിടയായി. അപ്പോൾ മനുഷ്യവർഗം പിതാവായ ദൈവത്തിൽ നിന്ന് അകന്നുപോയപ്പോൾ നഷ്ടപ്പെട്ടു പോയതായ മനുഷ്യനെ പിതാവായ ദൈവത്തിങ്കിലേക്ക് ആനയിക്കേണ്ടതിന് വേണ്ടി കൂട്ടായ്മയുടെ വലങ്കരം കർത്താവാകുന്ന യേശു ക്രിസ്തു കാൽവറിയിൽ നീട്ടുവാനിടയായി. ദൈവവചനം ഇങ്ങനെ പറയുന്നു, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തു. അപ്പോൾ സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ ഈ ലോകത്തിലെ മനുഷ്യരൊക്കെയും ദൈവത്തിന്റെ മക്കൾ തന്നെയാണ്. എന്നാൽ സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ മക്കളായി തീർന്ന ആളുകൾ പാപനിമിത്തമായി ദൈവത്തിൽ നിന്ന് അകന്നുപോയി നാശത്തിന്റെ കോപത്തിന്റെ മക്കളായി തീർന്നപ്പോൾ വീണ്ടെടുക്കപ്പെട്ട മക്കളായി ദൈവമായുള്ള ബന്ധത്തിലേക്ക് മനുഷ്യൻ തിരികെ വരേണ്ടതിന് വേണ്ടി അവൻ യേശുവിനെ ലോകത്തിൽ നൽകുവാനിടയായി. ഒരുപക്ഷെ നാം ഏത് മതവിഭാഗത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ കൂടെയും മനുഷ്യരായി പിറന്ന നാം ഒക്കെയും സകല കാരുണ്യവാനായ ദൈവത്തിന്റെ മക്കൾ തന്നെയാണ്. എന്നാൽ കേവലം അങ്ങനെ സൃഷ്ടിയിൽ മക്കളായതുകൊണ്ട് മാത്രം
ആമേൻ നമുക്ക് ദൈവമായുള്ള ബന്ധത്തിലേക്ക് കടന്നു വരുവാൻ കഴിയില്ല. അവിടെയാണ് വീണ്ടെടുപ്പിന്റെ പ്രസക്തി ആവശ്യമായി വരുന്നത്. ആമേൻ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരായ നമുക്ക് ദൈവത്തിന്റെ മക്കളായി തീരുവാനുള്ള അധികാരം ദൈവം കൊടുക്കുവാനിടയായി. എന്നെ കേൾക്കുന്ന വാത്സല്യ മിത്രമേ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ സൃഷ്ടിപരമായി ദൈവത്തിന്റെ മകനാണെന്ന് പറയുവാൻ, മകളാണെന്ന് പറയുവാൻ നിങ്ങൾക്ക് കഴിയുമായിരിക്കും. എന്നാൽ ദൈവമായുള്ള നിങ്ങളുടെ നിത്യമായ വാസത്തിന് ആമേൻ പ്രാധാന്യമായിരിക്കുന്നത്, അടിസ്ഥാനമായിരിക്കുന്നത് വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിൽ നാം അവന്റെ പുത്രി പുത്രന്മാരായി തീർന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. കർത്താവാകുന്ന യേശു ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ നമുക്ക് ആ തീരുമാനം എടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ നമ്മുടെ നിത്യത ഒരിക്കലും കർത്താവിനോട് കൂടെ ചിലവിടുവാനായി കഴിയില്ല. ദൈവവചനം മാറ്റമില്ലാതെ ഇങ്ങനെ പറയുന്നു, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും സകല മനുഷ്യർക്കും ദൈവം നിയമിച്ചിരിക്കുകയാണ്. അപ്പോസ്തലനായ ആമേൻ പത്രോസ് ഇങ്ങനെയാണ് പറയുന്നത്, അറിയായ്മയുടെ കാലങ്ങളെ, പൗലോസ് ഇങ്ങനെ പറയുന്നത്, അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തുമുള്ള എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് ദൈവം കൽപ്പിക്കുകയാണ്. ഒരു കാലത്ത് അറിവില്ലാതെ നാമധേയമായ ആരാധനയിൽ ദൈവത്തിന് പ്രസാദമാകുമെന്നുള്ള രീതിയിൽ ഒത്തിരി കാര്യങ്ങൾ നാം ചെയ്തവരായിരിക്കും. എന്നാൽ ദൈവവചനം പറയുകയാണ്, അവന്റെ പുത്രന്റെ ക്രൂശ മരണത്തിലൂടെ, പ്രായശ്ചിത്ത മരണത്തിലൂടെ പിതാവാകുന്ന ദൈവവുമായി അടുക്കേണ്ടതിന് വേണ്ടി ഒരു വാതിൽ ദൈവം തുറന്നു വെച്ചിരിക്കുകയാണ്. ഈ സത്യം ഇന്ന് നിങ്ങൾ ശ്രമിക്കുന്നുവെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് അറിവില്ലാത്തവരായി ഒഴിഞ്ഞിരിക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. ദൈവവചനം ഇങ്ങനെ പറയുന്നു, ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ അതിനോട് അനുകൂലമായി പ്രതികരിക്കുവാൻ നിങ്ങൾക്ക് കഴിയേണ്ടതാണ്. അങ്ങനെ അനുകൂലമായി നിങ്ങൾക്ക് പ്രതികരിക്കുവാൻ കഴിയുന്നുവെങ്കിൽ നിങ്ങളുടെ മേലുള്ളതായ ശാപശിക്ഷ, നിത്യമരണം എന്ന ശിക്ഷാവധി ദൈവം നീക്കിക്കളയുവാനിടയാകും. ഒരിക്കൽ ജനിച്ചതായ മനുഷ്യന് 2 വട്ടം മരിക്കേണ്ടി വരും. ദൈവവചനം പറയുന്നു, 2 വിധത്തിലുള്ള മരണമുണ്ട്. ഒന്ന് നമ്മുടെ ശാരീരികമായ മരണമാണ്. പാപത്തിന്റെ ഫലമായി ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ ഓരോ മനുഷ്യനും മരണത്താൽ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടണം. എന്നാൽ നിത്യമായ മരണം ഒന്നുണ്ട്. മനുഷ്യനിൽ ആത്മീകമായി മരിച്ചു കിടക്കുന്ന അവന്റെ ആത്മാവിനെ യേശുവുമായുള്ള ബന്ധത്തിലൂടെ വീണ്ടും ജനിപ്പിക്കുവാൻ കഴിഞ്ഞില്ല എങ്കിൽ ദൈവത്തിൽ നിന്ന് എന്നേക്കുമുള്ള വേർപാടായ നിത്യമരണം എന്ന ശിക്ഷാവിധി മനുഷ്യനെ കടന്നു വരുവാനിടയാകും. ഇന്ന് രാത്രി ആമേൻ, നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളായിരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങളുടെ ജീവിതം യേശുവിന് വേണ്ടി സമർപ്പിക്കുവാൻ കഴിയുമെങ്കിൽ നിത്യത മുഴുവൻ ദൈവത്തോടു കൂടെയുള്ള ഒരു വാസത്തിന് വേണ്ടി അത് നിന്നെ നിന്നെ പ്രാപ്തമാക്കുവാനിടയാകും. അവൻ ആ വിവേചനാധികാരം, ആ തിരഞ്ഞെടുപ്പിനുള്ള അധികാരം മനുഷ്യർക്ക് നൽകിയിരിക്കുക. സ്വതന്ത്രമായി ഇച്ഛയോടുകൂടിയ ദൈവം മനുഷ്യനെ ലോകത്തിലേക്ക് അയച്ചത്. മനുഷ്യൻ യാന്ത്രികമായ ഒരു അടിമയെ പോലെ പെരുമാറേണ്ടവനല്ല. സ്വതന്ത്രമായ ഇച്ഛാശക്തി കൊണ്ട് നല്ലതും തീയതും തിരഞ്ഞെടുക്കുവാനുള്ള സാഹചര്യം ദൈവം മനുഷ്യന് നൽകിയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് ബുദ്ധിപൂർവമായ തിരഞ്ഞെടുപ്പായിരിക്കട്ടെ. മനുഷ്യനെ, നഷ്ടപ്പെട്ടു പോയതായ മനുഷ്യനെ, നിത്യമരണത്തിന് വിധേയനായ മനുഷ്യനെ തന്നോട് അടുപ്പിക്കേണ്ടതിന് വേണ്ടി കർത്താവാകുന്ന യേശു ക്രിസ്തുവിലൂടെ സകല ജാതിക്കും വേണ്ടി, സകല മനുഷ്യർക്കും വേണ്ടി പിതാവാകുന്ന ദൈവം വലിയ വില കൊടുക്കുവാനിടയായി. ലോകത്തിലെ വിവിധ കോടതികൾ ആവർത്തിച്ച് യേശുവിനെ വിസ്തരിച്ചിട്ടും ഇവൻ നീതിമാൻ, ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് വിധി പറഞ്ഞതായ അതേ കോടതി തന്നെ യേശുവിനെ ക്രൂശമരണത്തിന് ഏൽപ്പിക്കുവാനിടയായി. യേശുവിന്റെ ക്രൂശമരണം മനുഷ്യരാശിയുടെ പാപത്തെ വഹിച്ചുകൊണ്ടുള്ളതായ ഒരു പ്രായശ്ചിത്ത മരണമായിരുന്നു. ദൈവവചനം ഇങ്ങനെ പറയുന്നു, കർത്താവാകുന്ന യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യന് ശിക്ഷാവിധി നീങ്ങി അവൻ നിത്യജീവനിലേക്കും സമാധാനത്തിലേക്കും കടന്നു വരുവാനായി കഴിയും. ഈ വചനം സന്ദേശം കേൾക്കുന്നതായ എല്ലാ ബഹുമാന്യ കേൾവിക്കാരെയും ക്രിസ്തു യേശുവിലൂടെ ദൈവം ലോകത്തിന് നൽകിയിരിക്കുന്നതായ ശാശ്വതമായ സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും ദൈവവുമായുള്ള കൂട്ടായ്മ ബന്ധത്തിലേക്കും ആഹ്വാനം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.
പ്രൈസ് ലോർഡ്. എൻ്റെ പേര് ഷെറിൻ തോമസ്. ദൈവം എന്നെ വിടുവിച്ച വഴികൾ ഞാൻ ഇന്ന് പങ്കിടുവാൻ ആഗ്രഹിക്കുന്നു. ഇത് അനേകരുടെ ജീവിതത്തിൽ ആശ്വാസമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, രോഗങ്ങൾ ഇതൊക്കെയും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നാം പലപ്പോഴും തകർന്നു പോകാറുണ്ട്. എന്നാൽ പിന്നത്തേതിൽ ഇത് നമുക്ക് നന്മയ്ക്കായി തീരും. എനിക്ക് 16 വയസ്സായിരുന്നപ്പോൾ ഭയങ്കര വയറ്റുവേദനയിൽ ഞാൻ ഭാരപ്പെട്ടു. തുടർന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് ചെക്കപ്പ് ചെയ്തപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ബ്ലഡ് ക്യാൻസർ ആണെന്ന്. എൻ്റെ ജീവിതത്തിൽ വളരെ അധികമായി സന്തോഷമായി നടന്നിരുന്ന സമയത്താണ് ഇങ്ങനത്തെ ഒരു അവസ്ഥ കടന്നു വന്നത്. തുടർന്ന് കീമോതെറാപ്പി സ്റ്റാർട്ട് ചെയ്തു. ഞാൻ തിരിച്ചുള്ളൊരു അനുഭവത്തിൽ കൂടെ കടന്നുപോയി. അതിനിടയിൽ എൻ്റെ ശരീരത്തിൻ്റെ ഒരു വശം തളർന്ന് നടക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞത് മൂലം പല പ്രാവശ്യമായി ചിക്കൻ ബോക്സ് എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. രക്ഷപ്പെടുകയില്ല എന്ന് വൈദ്യശാസ്ത്രം വിധി എഴുതി. എൻ്റെ കൂടെ ട്രീറ്റ്മെന്റ് ഉണ്ടായിരുന്ന പലരും ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു. എൻ്റെ ജീവിതത്തിൽ സൗന്ദര്യത്തിന് ഞാൻ വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. എൻ്റെ മുടിയൊക്കെയും കൊഴിഞ്ഞു പോയി. ഞാൻ വിരൂപിയായി തീർന്നു. ആ അവസ്ഥയിലൊക്കെ എനിക്കൊരു കാര്യം മനസ്സിലാക്കി. നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തെക്കാൾ എന്തിനെങ്കിലും പ്രാധാന്യം നൽകിയ ദൈവത്തിന്റെ കൈ അതിന്മേൽ ഭാരമായിരിക്കും. മാതാപിതാക്കൾ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നെങ്കിൽ ഞാൻ ദൈവമായി ഒരു ആഴമായ ബന്ധം പുലർത്തിയിരുന്നില്ല. ഈ അവസ്ഥയിലൊക്കെ സർവശക്തനായ ദൈവം എൻ്റെ രക്ഷകനും എൻ്റെ വീണ്ടെടുപ്പുകാരനും എൻ്റെ സർവമാണെന്ന് എനിക്ക് മനസ്സിലായി. ലോകത്തിന്റെ പല ഭാഗങ്ങളിലെ ദൈവമക്കൾ എനിക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിച്ചും കൊണ്ടിരുന്നു. സർവശക്തനായ ദൈവം എന്നിൽ കൂടെ വചനത്തിൽ കൂടെ ഇടപെടുവാൻ തുടങ്ങി. സങ്കീർത്തനം 27:13-14 ഞാൻ ജീവനുള്ള ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. യഹോവയിൽ പ്രത്യാശ വെക്കുക, ധൈര്യപ്പെട്ടിരിക്കുക. നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അത് യഹോവയിൽ പ്രത്യാശ വെക്കുക. ഈ വചനങ്ങൾ എന്നെ ബലപ്പെടുത്തിക്കൊണ്ടിരുന്നു. അതിനുശേഷം പിന്നെ സർവശക്തനായ ദൈവം എന്നെ ഉറപ്പിക്കാനായി വചനത്തിൽ കൂടി ഇടപെടുവാൻ തുടങ്ങി. സങ്കീർത്തനം 117:17 ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവനോടിരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. യഹോവ എന്നെ കഠിനമായി ശിക്ഷിച്ചു, എന്നാൽ അവൻ എന്നെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തുമില്ല. ഈ വാഗ്ദത്ത വചനങ്ങൾ ഞാൻ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. സർവശക്തനായ ദൈവം എനിക്ക് പൂർണ്ണ വിടുതൽ നൽകി. എന്നെ കേൾക്കുന്ന ആരെങ്കിലും രോഗത്താലോ പ്രയാസത്താലോ ദുഃഖത്താലോ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. ദൈവത്താൽ കഴിയാത്തതൊന്നുമില്ല. അവൻ സർവ്വത്തിലും മതിയായ ദൈവം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. യേശുക്രിസ്തുവിന്റെ നാമമഹത്വത്തിനായി ഞാനൊരു പാട്ട് പാടുവാൻ ആഗ്രഹിക്കുന്നു. Shadows in the light of you, I worship you, I worship you, oh Lord. The reason I live is to worship you. The reason I live is to worship you. I found the joy of reaching your heart, when my will becomes enthralled in your love, when all things that surround me become shadows in the light of you. I worship you, I worship you, oh Lord. The reason I live is to worship you. The reason I live is to worship you. The reason I live. ഞങ്ങളുടെ ഈ പ്രോഗ്രാം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതായ നിങ്ങൾ എല്ലാവരെയും, നിങ്ങൾ എവിടെയായിരുന്നാലും
ഏത് സാഹചര്യത്തിൽ ആയിരുന്നാലും അവിടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് വന്നുകൊണ്ട് നിങ്ങളെ സൗഖ്യമാക്കുവാനും നിങ്ങളെ വിടുവിക്കുവാനും നിങ്ങളെ ബലപ്പെടുത്തുവാനും നിങ്ങളെ ധൈര്യപ്പെടുത്തുവാനും നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളുടെ നടുവില്, ബുദ്ധിമുട്ടുകളുടെ നടുവില്, രോഗത്തിന്റെ നടുവില് നിങ്ങളെ കരം താങ്ങുവാനും ശക്തനായ ഒരു ദൈവം സ്വർഗത്തിൽ വാഴുന്നു. അവൻ നിങ്ങളെ വീക്ഷിക്കുന്നു. അവിടുത്തെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് പോലെ നിങ്ങൾ രണ്ടുപേർ ഐക്യമത്യപ്പെട്ടുകൊണ്ട് എന്ത് യാചിച്ചാലും അത് ഞാൻ നിങ്ങൾക്ക് നൽകിത്തരാമെന്ന് വാഗ്ദാനം ചെയ്ത ദൈവത്തിന്റെ വചനങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങൾ എന്നോട് കൂടി യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾ എന്ത് യാചിച്ചാലും അത് സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് നൽകിത്തരുമുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി ഞങ്ങളോട് ചേർന്നിരുന്നുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് രോഗത്തിലാണ്, രോഗബന്ധനത്തിലാണ്, പ്രയാസത്തിന്റെ നടുവിലാണ്. അതിന്റെ നടുവിൽ മൂന്നാമനായി നമ്മുടെ കർത്താവ് വന്നുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിലെ തൊടുവാനായി ദൈവം ആഗ്രഹിക്കുന്നു. ആ യേശുവിലേക്ക് കടന്നു വരിക. കുടുംബത്തിലെ പ്രയാസങ്ങള്, കുടുംബ ബന്ധങ്ങളുടെ പ്രയാസങ്ങള്, ഹല്ലേലൂയ, അവിടെയൊക്കെ വിടുതൽ തരുവാനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് സാധിക്കും. അവിടുന്ന് വിടുതലിന്റെ ദൈവമായിരിക്കുകയാല് ആ ദൈവത്തിലേക്ക് കടന്നു വരിക. നിങ്ങൾ കേട്ടതായ വചനങ്ങള് നിങ്ങൾക്ക് നിത്യരക്ഷയും ഭവനങ്ങളിൽ സമാധാനവും സന്തോഷവും സമൃദ്ധിയും സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ ഹല്ലേലൂയ സാമ്പത്തിക കടഭാരങ്ങളാൽ നിങ്ങൾ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഹല്ലേലൂയ സമ്പന്നനായ സകല സൃഷ്ടാവായ സകല സമ്പത്തിന്റെയും ദാതാവായ ഞങ്ങൾ പ്രസംഗിച്ചതായ ആ ദൈവം നിങ്ങളെയും അനുഗ്രഹിക്കുവാൻ നിങ്ങളുടെ മധ്യത്തില് വന്നിരിക്കുന്നു, നിങ്ങളുടെ മനസ്സിൽ വന്നിരിക്കുന്നു, നിങ്ങളുടെ ഹൃദയത്തിൽ വന്നിരിക്കുന്നു എങ്കിൽ തീർച്ചയായും ആ ദൈവത്തിന് നിങ്ങളുടെ അവസ്ഥകൾക്കൊക്കെ മാറ്റം വരുത്തുവാൻ സാധിക്കുമെന്ന് വിശ്വാസത്താൽ ഏറ്റെടുക്കുക. ഹല്ലേലൂയ. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന അനേകര് കർത്താവേ, അനേക അഡിക്ഷനിലൂടെ കടന്നു പോകുന്നു. കുടിച്ച് ഹല്ലേലൂയ വലിച്ചുകൊണ്ട് അനേക കുടുംബ ജീവിതങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് സാധ്യമായിട്ടില്ലാത്ത കാര്യങ്ങള് യേശുവിന് സാധ്യമാണ്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ നാമമാണ് യേശു എന്ന നാമം. സകല മുഴങ്കാലുകളും മടക്കുന്ന, സകല നാവും ഏറ്റുപറയുന്ന ആ നാമത്തിൽ നിങ്ങൾ ആശ്രയിച്ചാൽ നിങ്ങളുടെ ആ സാഹചര്യം പോയിക്കൊണ്ടിരിക്കുന്ന സാധ്യങ്ങൾക്ക് ഹല്ലേലൂയ ഒരു പരിഹാരം യേശു ക്രിസ്തു ഇന്ന് പകൽക്കാലം, ഇന്ന് സന്ധ്യാസമയം നിങ്ങളുടെ ജീവിതത്തിൽ നൽകുവാൻ തക്കവണ്ണം അവൻ ഏറ്റവും അടുത്തിരിക്കാൻ അവന്റെ നാമത്തിലേക്ക് കടന്നു വരിക, ക്രൂശിന്റെ സന്നിധിയിലേക്ക് കടന്നു വരിക. ആ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഭവനങ്ങളെ അവിടുത്തെ രക്തത്താൽ മുദ്രയിട്ട് കാത്തുകൊള്ളുമാറാകട്ടെ എന്ന് ഞങ്ങൾ ഈ സമയം പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ ധന്യവും വിശുദ്ധവുമായ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.